ഇബ്നു അഹ്മദ് ബിൻ മുഹമ്മദ് ബകസീറുൽ ഖിന്ദി 10ലാണ് 969 മരണപ്പെട്ടത്. യമനിയാണ്. സൂർഫായ നമ്മളിപ്പോൾ ബകസീർ ഓർത്ത് വയ്ക്കാൻ പായയിലാണ് ജനിച്ചെന്ന് ഓർത്ത്. സൂർഫായ ഇന്തോനേഷ്യക്കാരനാണ് കേട്ടോ. ഇന്തോനേഷ്യക്കാരനാണ്. ഹദർമൗത്ത് 1910 ഇൻഷാ അല്ലാ 10 ജനിച്ച ഒരാളും കൂടി നമുക്ക് പഠിക്കാനുണ്ട്. ഓക്കെ. ബകസീർ 1910 യമനിയാണ് അസിൽ. മാത്തഫിൽ കൈറോയിലാണ് മരണപ്പെട്ടത്. പത്താം വയസ്സിൽ ഹദർമൗത്തിലേക്ക് പോയി. 2 ജിൻസിയത്തുണ്ട്. മിസ്റിൻ്റെയും പൗരത്വമുണ്ട്, യമനിൻ്റെയും പൗരത്വമുണ്ട്. അങ്ങനത്തെ കവി ആരാന്ന് ചോദിച്ചാൽ ബകസീറാണ്. 13ാമത്തെ വയസ്സിൽ കവിതയിൽ തുടങ്ങിയിട്ടുണ്ട്. 19 ജുസ് ഉള്ള മൽഹമത്ത് ഉമർ വേൾഡിൽ ഏറ്റവും നീളം കൂടിയ 2ാമത്തെ അറബി നാടകം അത് ബകസീറിൻ്റെതാണ്. മസ്റഹിയാത്തു താരിഖിയ മസ്റഹിയാത്ത് കൊണ്ട് ഫേമസ് ആയത് ബകസീറാണ്. റോമിയോ ജൂലിയറ്റ് ഷേക്സ്പിയറിൻ്റെത് ട്രാൻസ്ലേറ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. പിന്നെ 69 ഹൃദയത്തിലൊരു രോഗം വന്ന് മരണപ്പെട്ടു. ഷാഫി ഇമാമിൻ്റെ മക്ബറയിൽ, ഷാഫി ഇമാമിൻ്റെ അടുത്ത് മറമാടിയ വ്യക്തിയാണ് ബകസീർ. അത് നോട്ട് ചെയ്ത് വെക്കുക. ഇനി ഇദ്ദേഹത്തിൻ്റെ ഏറ്റവും സുലാസിയാത്ത് എന്നിങ്ങനെ നജിമഫൂദിൻ്റെ സുലാസിയാത്ത് പോലെ സുലാസിയാത്ത് മസ്റഹിയത്ത് ഇദ്ദേഹത്തിനൊക്കെയുണ്ട്. അദ്ദൂദ് വസുഅബാൻ, അഹ്ലാം നെപ്പോളിയൻ, മസാത്ത് സൈനബ്. അതിങ്ങനെ ഒരു ഓർത്ത് വെക്കണമെങ്കിൽ നെപ്പോളിയന് മരണപ്പെട്ടപ്പോൾ നെപ്പോളിയൻ ദൂതത്വ സ്വഭാന് പുഴുക്കളും പാമ്പ് പോന്നു. നെപ്പോളിയന് മസാത്തു സൈനബ്. ഇവരെ മസ്റഹിയാത്ത് നോക്കുക. സിർറു ഷഹർസാദ്, സിൽസിലത്തു അൽ-ഉഫ്രാൻ, അത് 4 ജായിദത്തു വിസാറത്തുൽ മാരിഫ് നേടിയിട്ടുണ്ട്. പിന്നെ സിറുൽ ഹക്കിം ബി അംരില്ല, മസാത്തു അദീബ് ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്തിട്ടുണ്ട്. ലഹു ഇസ്രായേൽ, മസാമിർ ജുഹ, അൽ ഫിർഔനുൽ മൗഊദ് ബകസീറിൻ്റെതാണ്. തൈമൂറിന് ഫിർഔന് സൊയീർ ഉണ്ട്, ഒക്കെ നോക്കി വെക്കുക. പിന്നെ ഫോക്കസ് സമാവാത്ത് വാ ഇസ്ലാമ റിവായകൾ മാത്രം ഒന്ന് കോട്ട് ചെയ്ത് വെക്കുക. സായിറുൽ അഹ്മർ, സീറത്തു ഷുജാഅ്, ഔദത്തുൽ മുഷ്താഖ്, ഹർബുൽ ബസൂസ്. 3 ദീവാനുകൾ അസ്ഹാറുർ റബ്ബി, സിഹ്റു അദ്ന്, സൊബാനജിദ്. ഇത്രയും ഒന്ന് ഓർത്ത് വെക്കുക. ശുക്രൻ.